അവർ കാഷ്വറീന ട്രീ എഴുതിയിരിക്കുന്നത് ടോറു ഡെത്ത് എന്ന് പറഞ്ഞ ഓർഡർ. അതിനകത്ത് ഈ ട്രീ ഉപയോഗിച്ചിട്ട് ഈ ഓതർ ആളുടെ ചൈൽഡ്ഹുഡും അങ്ങനത്തെ കുറേ തീംസ്, ചൈൽഡ്ഹുഡ് ജോയും മെമ്മറീസൊക്കെ പറയുന്നതാണ് കാണിക്കണം. അവർ കാഷ്വറീന ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പീക്കറും ആളുടെ സിബ്ലിങ്സും കൂടെ, ആ സിബ്ലിങ്സിൻ്റെയും കൂടെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ട്രീനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താ ഈ ട്രീനെ ചുറ്റിയിട്ട് വളരണ ഒരു ക്രീപ്പറിനെ പൈത്തണ്ണായിട്ടാണ് കമ്പയർ ചെയ്യണത്. ഈ ട്രീൻ്റെ മേലെ ഒരു പൈത്തൺ ചുറ്റിയേക്കുന്ന പോലെയാണ് ഈ ക്രീപ്പർ വളർന്നു വന്നേക്കണേന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പറയുകയാണ് ഇങ്ങനത്തെ ഒരു ക്രീപ്പറിനെ എന്താ പറയുക സഹിക്കാൻ, അല്ലെങ്കിൽ അത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചുറ്റി കഴിഞ്ഞിട്ടും അത് മുഴുവൻ സഹിക്കണത് ഈ ട്രീൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കണേ എന്നൊക്കെ ഫസ്റ്റ് പറയുന്നുണ്ട്. ഈ ട്രീനെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഇങ്ങനെ പൊക്കി ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇന്ത്യയുടെ ഏൻഷ്യൻ കൾച്ചറും അങ്ങനെയൊക്കെ കാണിക്കുന്ന, സിംബലൈസ് ചെയ്യുന്നതാണ് ഈ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പറയുന്നത് ഈ ക്രീപ്പറിൽ വളരുന്ന ഈ ഇതുണ്ടല്ലോ മറ്റേ ഫ്ലവേഴ്സ്, അത് ശരിക്കും ഈ ട്രീക്ക് ഒരു സ്കാർഫ് ഇട്ട് കൊടുത്ത പോലെയാണെന്നാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ പറയണ ഈ ക്രീപ്പർ ഈ ട്രീൻ്റെ ഈ തടിയിൽ ഒരുപാട് മാർക്സും കാര്യങ്ങളൊക്കെ അത്രയും സ്ട്രോങ് ആയി പിടിച്ചേക്കുന്നുണ്ട് ഉണ്ടെങ്കിലും അതെല്ലാം ഈ ട്രീ ബെയർ ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആണ് ഈ ട്രീ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇങ്ങനത്തെ ഒരു ക്രീപ്പറിൻ്റെ ഈ ഒരു ഹോൾഡിനെ എന്താ പറയുക സർവൈവ് ചെയ്യാനായിട്ട് എല്ലാ ട്രീകൾക്കൊന്നും പറ്റില്ല. പക്ഷേ ഈ ട്രീക്ക് അത് പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. ഭയങ്കര ജയൻറ്റ് അല്ലെങ്കിൽ ബ്രേവ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ട്രീനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. പിന്നെ പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ട്രീന് ചുറ്റുമുള്ള ലൈഫിനെയാണ്. എന്താ പിന്നെ പറയുന്നത് വിൻഡോ തുറക്കുന്ന സമയത്ത് ഈ ട്രീ നോക്കിയിട്ട് ഈ പോയറ്റ് ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പീക്കർ ഇരിക്കാറുണ്ട്. അതുപോലെ ഇതിന് ചുറ്റും ഇതിൻ്റെ ഈ ബ്രാഞ്ചസിൻ്റെ ഇടയിലേക്ക് ഈ സണ്ണ് ഇങ്ങനെ പോകുന്ന സൺസെറ്റ്, സൺറൈസ് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ പിന്നെ നമ്മളുടെ കുയിലുകൾ പാടുന്നതിനെ പറ്റിയിട്ടും കൗസ് അവരുടെ ഫീൽഡിലേക്ക് പോകുന്നതിനെ പറ്റി, അങ്ങനെ അതിന് ചുറ്റുമുള്ള മൃഗങ്ങളെയും ചെടികളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വൈറ്റ് ലില്ലീസിനെ പറ്റി പറയുന്നുണ്ട്. വൈറ്റ് ലില്ലീസ് ഇങ്ങനെ മൊത്തത്തിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വൈറ്റ് കാർപ്പറ്റ് ഓഫ് സ്നോ പോലെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത്രയും ഡിസ്ക്രൈബ് ചെയ്യണ ഈ ട്രീനെ പറ്റി ഇത്രയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ശരിക്കും ഈ പോയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ട്രീ എങ്ങനെയാണ് ആളുടെ ഫാമിലീനെയും ആളുടെ സിബ്ലിങ്സിനെയും ആളുടെ ചൈൽഡ്ഹുഡിനെയും കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായി മാറിയത് എങ്ങനെയാണ് എന്നാണ് പറയണം. ആളുടെ ബ്രദറും സിസ്റ്ററും മരിച്ചത് ഈ പോയിറ്റിൻ്റെ ചൈൽഡ്ഹുഡിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവർ ഈ ട്രീനെ ചുറ്റിപ്പറ്റി, ഈ ട്രീ അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഡെത്തിനോട് അസോസിയേറ്റ് ചെയ്ത ട്രീ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആണല്ലോ വരാം. പക്ഷെ ഇവിടുത്തെ സ്പീക്കർ അസോസിയേറ്റ് ചെയ്യണത്, ഈ ട്രീനെ അസോസിയേറ്റ് ചെയ്യണത് അവരുടെ മെമ്മറീസ് ചെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അന്നത്തെ കാലത്തുള്ള വിഷമങ്ങൾ ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ഇതിലുണ്ട്. ആ ഒരു ഗോഡിൻ്റെ വില്ല് ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ട്രീ കാണുമ്പോൾ വിഷമിക്കേണ്ടതിന് പകരം ട്രീ കാണുമ്പോൾ അന്ന് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ എന്നുള്ള സന്തോഷമാണ് പോയിട്ട് പറയണം. പിന്നെ പറയുന്നത് ഈ പോയറ്റിൻ്റെ ബ്രദർ 14 വയസ്സുള്ളപ്പോഴാണ് ബ്രദർ മരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സിസ്റ്ററും, അവരുടെ പേര് പറയണത് അജു അങ്ങനെ എന്താ പേര്, ARU എന്ന് പറഞ്ഞിട്ടൊരു പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ABJU അബ്ജു. ഇങ്ങനെ ബ്രദറിനെയും സിസ്റ്ററിനെയും ഇതിന് നഷ്ടപ്പെട്ടു. പിന്നെ ആ ടൈമിൽ ഈ സ്പീക്കറും ചുമക്കണ സമയത്ത് ബ്ലഡൊക്കെ വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഈ ട്രീ കാണുമ്പോൾ അന്നത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഓർമ്മ വരേണ്ടത്, അല്ലെങ്കിൽ ഒരു വേൾഡ് ഒരു അൺഹാപ്പി പ്ലേസ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കേണ്ടതാണ് വേണ്ടത്. പക്ഷെ ഇവിടെ പോയിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഒരു സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അന്ന് എൻ്റെ സിബ്ലിങ്സിനെ ഓർമ്മിക്കാനുള്ള ഒരു സാധനമെങ്കിലും ഇപ്പോൾ ബാക്കിയുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ട്രീനെ കാണുന്നത്. എന്താ അന്ന് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന ആ ജോയ് ഒക്കെ വീണ്ടും കിട്ടുന്ന പോലെയാണ് ഈ പെണ്ണ് തോന്നുന്നത്. പിന്നെന്താ, എന്നിട്ട് ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ട് ഫോർ യുവർ സേക്സ് ഷോൾ ദ ട്രീ ബി എവർ ഡിയർ. അതായത് ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ട്രീ എന്നും ഡിയറസ്റ്റ് ആയിട്ട് ഈ പോയറ്റിൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ പറയണത് അത്രയൊക്കെ മെയിനായിട്ട് എന്ത് പറയുന്നത്. പിന്നെ ഫൈനൽ സ്റ്റാൻസിൽ പറയുന്നത് എന്താ, ഈ ട്രീനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയണം, നമ്മളുടെ വേർഡ്സ്വർത്തിൻ്റെ പോയായിട്ടുള്ള ദ ഓക്ക് ഓഫ് ഗെർണിക്ക, GUERNICA. ഈ പോയത്തിൽ പറയണ പോലെ ഈ ട്രീക്ക് ഹോളി പവേഴ്സൊക്കെ കൊടുത്ത് അതിനെ എന്താ പറയുക, അങ്ങനെ ഒരു ഡിവൈൻ ഇതിൽ കാണാനല്ല ഈ പോയറ്റ് ശ്രമിക്കുന്നത്, മറിച്ച് ഒരു സിമ്പിൾ ഡെഡിക്കേഷൻ. ഈ പോയം തന്നെ ഈ സ്പീക്കറിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു എന്താ പറയുക പാർട്ടായിട്ട് ഈ ട്രീനെ കണ്ട്, അല്ലെങ്കിൽ ഈ അബ്ജു ആരു എന്ന് പറഞ്ഞ രണ്ട് സിബ്ലിങ്സിൻ്റെ ഓർമ്മക്കായിട്ട് കൊടുക്കുന്ന ചെറിയൊരു ഡെഡിക്കേഷൻ എന്നുള്ള രൂപത്തിലാണ് എന്താ ഈ പോയം പറയണത്. അല്ലെങ്കിൽ ഈ ട്രീനെ അത്രക്കും അങ്ങനെയാണ് കാണുന്നത്, അല്ലാണ്ട് ഹോളി പവേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ രണ്ട് സിബ്ലിങ്സും ഇപ്പോഴും ഈ ട്രീനെ സ്നേഹിക്കുന്നുണ്ട്. അവർ ബ്ലെസ്ഡ് സ്ലീപ്പിലാണെങ്കിലും അവരിപ്പോഴും ട്രീനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മെമ്മറീസിൽ അവരിപ്പോഴും ഉണ്ടെന്നൊക്കെയാണ് പിന്നെ പറയണത്. അവന് പറയണത് ഈ സ്പീക്കറും കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും, അപ്പോഴും ഈ ട്രീ ഒരു ടൈംലെസ്നെസ്സിനെ സിംബലൈസ് ചെയ്ത് ട്രീ എപ്പോഴും എറ്റേണലായിട്ട് ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്.